കാസർഗോഡ് ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ച സംഭവത്തിൽ ഒരുപാട് ദുരൂഹതയുണ്ടെന്നാണ് അവിടെ നാട്ടുകാർ പറയുന്നത്. ഈ നിധി കുഴിച്ചെടുക്കാൻ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി അരുൺ പാറയ്ക്കൽ ചെന്നിട്ടുണ്ട്. ഈ ആരിക്കാടി കോട്ടയിൽ നിന്ന് അരുൺ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടുകാർ പറയുന്നത്? ഈ നേരത്തെയും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ? എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആരിക്കാടി കോട്ടയിലാണ്. ഇതാണ് ആ സ്ഥലം, നിധി കുഴിക്കാൻ അവർ എത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ എസ് കെ, ഞാൻ ആദ്യം ദൃശ്യങ്ങളിലേക്ക് കിടക്കാം, അതിനുശേഷം ഈ നാട്ടുകാരുടെയൊക്കെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ കിണറിലാണ് എസ് കെ എൻ ഇന്നലെ നിധി കുഴിക്കുന്നതിന് വേണ്ടി ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ഒരു 5 അംഗ സംഘവുമായി എത്തിയത്. അതിനുശേഷം ശബ്ദം കേട്ട് നാട്ടുകാർ പിടിച്ചു എന്നാണ് പുറത്തു വന്ന വിവരം. അതിനുശേഷമാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പ്രിവൻറ്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്ത്. സ്കേൻ ഈ സ്ഥലം ഒന്ന് നമുക്ക് കാണാം. ഈ ഒരു പ്രദേശമാണ്, കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. NH 66 ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. മംഗലാപുരം കാസർഗോഡ് ദേശീയപാത അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്തെ തൊട്ടപ്പുറത്ത് മതിലിനപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആളരക്കമില്ലാത്ത ഒരു മേഖലയാണ് ഇത്. കാട് മൂടി കിടക്കുന്നതിനാൽ ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള കോട്ടയാണ്. ഇവിടേക്ക് അത്ര പെട്ടെന്നൊന്നും ആരുടെയും ശ്രദ്ധ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ല. എസ് കെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിധി കുഴിക്കാൻ മാത്രം മണ്ടനാണോ ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ദുരൂഹത ആരോപണം പറയുന്നുണ്ട്. കാരണം ഈ നിധി ഇവിടെ കുഴിച്ചിടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിധി ഇവിടെ ഉണ്ടെന്ന് ഇയാൾക്ക് നേരത്തെ തോന്നിക്കൂടെ എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അത്ര ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ എത്തിയത്? മുൻപ് ഇദ്ദേഹം എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ? അത് അന്വേഷിച്ച് വന്നതാണോ എന്നൊരു സംശയമൊക്കെ നാട്ടുകാരും പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ചേട്ടാ, എന്താണ് തോന്നുന്നത്? നമുക്കിപ്പോൾ തോന്നുന്നത് നിധിയുടെ നമ്മളറിവിൽ അങ്ങനത്തെ ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ നമ്മളൊരു അനുഭവിച്ച് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ വേറെ എന്തെങ്കിലും ഇത് രണ്ടാം പറ എന്തെങ്കിലും കളി എന്തെങ്കിലും ഉണ്ടാവുന്നതാണ് നമ്മൾ തോന്നുന്നത്. അതായിട്ടെങ്കിൽ ഇതുവരെ ഇങ്ങനെ നികുതി ഇടണമെന്ന് പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള നാട്ടുകാരാണ്. നമുക്ക് ഇങ്ങനത്തെ നിധി ഉണ്ടെന്ന് ഈ സംസാരം കേട്ടിട്ടില്ല. ഈ സ്ഥലത്ത് അങ്ങനെ ആരും വരുത്തൊന്നുമില്ല. ഇത് ഇവർ ഇന്നലെ വന്ന ഇതൊന്നുമല്ല. കാണുമ്പോൾക്ക് ഇവർ ഈ സ്ഥലം വഴി കാണുമ്പോൾക്ക് ഇവർ വന്നുകൊണ്ടുണ്ടാകുന്ന തോന്നിട്ടെങ്കിൽ ഇത് ഫുള്ള് കാടാണ്. ഈ വരുന്ന വഴി മാത്രം കാട് പോലെ കാണുന്നില്ല. അതുകൊണ്ട് ഇവർ എന്തോ രണ്ടാം എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ആൾ കണ്ടതുകൊണ്ട് ഇവർ പറയുന്നത് അത് നിധി കുഴിച്ചെടുക്കാമെന്ന് അങ്ങനെ പറയുന്നത്. കാരണം നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് അവിടെ. ഞങ്ങൾക്കറിയാത്ത നിധി അവർ അത്ര ദൂരത്ത് അങ്ങനെ വന്നവർക്ക്. പക്ഷെ അതുകൊണ്ട് അത് വേറെന്തോ പറയാൻ പറ്റും. വേറെന്തോ അത് ഇനി പോലീസ് കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ. ഇത് പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും. പോലീസ് നല്ല വന്നിന് അറസ്റ്റ് ചെയ്തവരെ നാട്ടുകാരെല്ലാം കൂട്ടിയിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത്. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ നിന്നെന്ന് അറിയില്ല. അങ്ങനെയുള്ളൂ. എസ് കെ, അതുതന്നെയാണ് ഈ പ്രദേശത്തെ ഈ സ്ഥലം, അതായത് കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ കാട് മൂടി കിടക്കുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു വഴിയൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വന്ന ഒരു വഴിയൊന്നുമല്ല. അത് നിരന്തരമായി ഇവിടേക്ക് ഇവർ എത്തുന്നുണ്ട് എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ്, ഒരു സൂചന കൂടിയാണ്. ഒരു സൂചന കൂടിയാണ് ഈ വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. പ്രദേശത്ത് പരിശോധന നടത്തണം. എന്തെങ്കിലും രീതിയിലുള്ള ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന കാര്യം കണ്ടെത്തണമെന്നൊരാവശ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അരുൺ പാറയ്ക്കലാണ് ആരിക്കാട് കോട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് ഈ കോട്ട കുഴിച്ചാണ് സ്വർണ്ണ നിധി കണ്ടെടുക്കാൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘം ശ്രമിച്ചത്.